ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മലയാളീസ് ടോക്സ്. ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ BSc മലയാളത്തിലെ ഏറ്റവും അവസാനത്തെ മൊഡ്യൂളാണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഈ മൊഡ്യൂളിൽ നിങ്ങൾക്ക് പഠിക്കാൻ തന്നിരിക്കുന്നത് സംഗ്രഹരചനകളാണ്. സംഗ്രഹരചന എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കലയാണ്. ഒരു ലേഖനത്തിലെ ആശയങ്ങൾ ചോർന്ന് പോവാതെ ചുരുക്കി എഴുതുന്ന രീതി, അതാണ് സംഗ്രഹം എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് നമ്മൾ സമ്മറി എന്ന് പറയില്ലേ, അത് രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സംഗ്രഹരചനയാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് തന്നിരിക്കുന്നത്. നിങ്ങളുടെ ചാപ്റ്ററിൻ്റെ പേര് വയലറ്റ് പൂച്ചകൾക്ക് ഷൂ വയ്ക്കാൻ തോന്നുമ്പോൾ. പ്രിയ AS ആണ് ഇത് എഴുതിയിരിക്കുന്നത്. മലയാള സാഹിത്യത്തിലെ ആധുനികതയ്ക്ക് ശേഷം മലയാളത്തിൽ പ്രത്യക്ഷപ്പെട്ട പുതിയ പ്രവണതകളെയും ശീലങ്ങളെയും പൊതുവിൽ ഉത്തരാധുനികത എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഈ പ്രവണതകളൊക്കെ പ്രത്യക്ഷപ്പെട്ടത് ചെറുകഥയിലാണ്. ആധുനികതയിൽ നിന്നും വ്യത്യസ്തമായ നിരവധി എഴുത്തുകാരുടെ സംഘം തന്നെ ഇക്കാലത്ത് ചെറുകഥയിൽ സജീവമായിട്ടുണ്ടായിരുന്നു. ഇവരുടെ കൂട്ടത്തിൽ പ്രശസ്തയായിട്ടുള്ളൊരു കഥാകാരിയാണ് പ്രിയ AS എന്ന് പറയുന്നത്. ഇനി നമുക്ക് കഥ എന്താണെന്ന് നോക്കാം. വയലറ്റ് പൂച്ചകൾക്ക് ഷൂ വയ്ക്കാൻ തോന്നുമ്പോൾ. ഇതിലെ വയലറ്റ് പൂച്ച എന്ന് പറയുന്നത് ഒരു കഥയിലെ കഥാപാത്രമാണ് കേട്ടോ. അപ്പോൾ ഇതിൽ കഥ പറയുന്ന ആളെന്ന് പറയുന്നത് മണിദീപ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. 4 വയസ്സാണ് പെൺകുട്ടിക്കുള്ളത്. അപ്പോൾ കോയമ്പത്തൂരിൽ ഈ കുട്ടിയുടെ അച്ഛൻ പത്രപ്രവർത്തകനായിട്ട് ജോലി ചെയ്യുകയാണ്. അപ്പോൾ അവിടേക്ക് ഒരാഴ്ച ചെലവഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ മണിദീപ എന്ന പെൺകുട്ടിയും അവളുടെ അമ്മ ശർമ്മിഷ്ഠയും അങ്ങോട്ട് പോവുകയാണ്. കോയമ്പത്തൂർക്ക് യാത്ര പോകുന്നിടത്താണ് ഈ കഥ തുടങ്ങുന്നത്. വിമൻസ് കോളേജിലെ മലയാളം ലെക്ചറാണ് ഈ മണിദീപയുടെ അമ്മയായ ശർമ്മിഷ്ഠ. അവർ കഥ പറയുന്ന രീതിയിലാണ് ഈ കഥ തുടങ്ങുന്നത്. മണിദീപ എന്ന് പറയുന്നത് എപ്പോഴും ഈ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ അവളുടെ ബാലഭാവന ഇങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക, അതായത് എപ്പോഴും കഥ പറയാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത്തരത്തിൽ അമ്മയുടെ കാഴ്ചയിലൂടെയും മകളുടെ കഥ പറച്ചിലൂടെയുമാണ് ഈ കഥയുടെ ആഖ്യാനം നിർവഹിച്ചിരിക്കുന്നത്. ഈ പെൺകുട്ടിയുടെ കഥാപാത്രങ്ങളൊക്കെ കണ്ണഞ്ചിപ്പിക്കുന്ന നിറത്തിലുള്ളവരാണ്. അവൾ സംഭവിക്കുന്നതെല്ലാം കുറേയേറെ ജീവജാലങ്ങളുടെ തലയിൽ കെട്ടിവെച്ച് അതിനോട് ഓരോന്നിനും ക്രയോൺസ് കൊണ്ടെന്ന പോലെ നിറമൊക്കെ കൊടുക്കും. അങ്ങനെ നിറമൊക്കെ കൊടുത്തിട്ട് അവൾ സ്വന്തം കഥ പറച്ചിലുകൾ തുടങ്ങും. അതായത് ഈ കുട്ടി ഓരോ കഥകൾ ഉണ്ടാക്കും, അതനുസരിച്ചുള്ള കഥാപാത്രങ്ങൾക്ക് അവൾ തന്നെ നിറം കൊടുക്കും. അപ്പം നിറം കൊടുക്കുന്നതിൽ കണ്ടിട്ട് അമ്മ പറയാറുണ്ട്, നിറം കുടിച്ചാണ് അവൾ വളരുന്നതെന്ന്. അപ്പോൾ ഇത്രയും നിറങ്ങളിൽ കൂപ്പുകുത്തി വളരുന്ന കുട്ടികൾ വളർച്ചയുടെ ഏത് പടവിൽ വെച്ചാണ് ജീവിതത്തിൻ്റെ നിറങ്ങൾ നഷ്ടപ്പെടുന്നത് എന്ന് എപ്പോഴും അമ്മ അമ്പരക്കാറുള്ള കാര്യമാണ്. അതായത് പ്രത്യേകിച്ചും പെൺകുട്ടികളുടെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ അവൾ എപ്പോഴും കളർഫുള്ളായിരിക്കും ചെറുപ്പത്തിൽ എന്ന് പറയുന്നത്. പക്ഷേ ഏത് സമയത്താണ് അവളുടെ സന്തോഷം ഉൾപ്പെടുന്ന നിറങ്ങൾ നഷ്ടപ്പെട്ടു പോകണമെന്നുള്ള കാര്യം ആർക്കും പറയാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്തിട്ടാണ് അമ്മ എപ്പോഴും വിഷമിക്കാറുള്ളത്. ആ അമ്പരപ്പിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ നിനക്ക് ഭ്രാന്താണ് എന്നുള്ള രീതിയിലാണ് ഈ പെൺകുട്ടിയുടെ അച്ഛൻ പറയാറ്. അതായത് അച്ഛനും ഭർത്താവും പത്രപ്രവർത്തകരും ഒക്കെയാണ് സൂര്യചന്ദ്രൻ എന്ന ഈ മണിദീപയുടെ അച്ഛൻ. അവളുടെ അച്ഛൻ ഈ അമ്മയുടെ നിരീക്ഷണത്തെ ഭ്രാന്തായിട്ടാണ് വിലയിരുത്തുന്നത്. ഇവർ യാത്ര പോകുന്നത് ബസ്സിലാണ്. അതായത് ബസ്സിൽ തന്നെ പോകണം എന്നതായിരുന്നു മകളുടെ വാശി. ആ വാശിക്ക് മുന്നിൽ യഥാർത്ഥത്തിൽ അമ്മ കീഴടങ്ങുകയായിരുന്നു എന്ന് വേണം പറയാനായിട്ട്. അങ്ങനെ യാത്രക്കിടയിൽ ഈ 4 വയസ്സുകാരിക്ക് മൂത്രമൊഴിക്കാനായിട്ട് തോന്നുകയാണ്. ആ തോന്നുന്നതോടെ കഥ മറ്റൊരു തലത്തിലേക്ക് കടക്കുകയാണ്. എനിക്ക് ഷൂ വെക്കണം എന്നാണ് അവളുടെ അമ്മയോട് അവൾ പറഞ്ഞത്. അപ്പോൾ ഈ സ്ത്രീകളും കുട്ടികളൊക്കെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് മറ്റൊരു ഭാഷയിൽ സംസാരിക്കാറുണ്ട്. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പൊതു റോഡിനരികെ പരസ്യമായിട്ട് മൂത്രമൊഴിച്ച് തിരിച്ചു വരുന്ന യാത്രക്കാരെ അവർ കാണുന്നുണ്ട്. എന്നാൽ അമ്മയെ സംബന്ധിച്ച്, അതായത് ഈ പെൺകുട്ടിയുടെ അമ്മയെ സംബന്ധിച്ച് അവൾക്ക് മൂത്രം പിടിച്ച് തന്നെ യാത്ര ചെയ്യേണ്ടി വരികയാണ്. അതിനുവേണ്ടി ഒരു തുള്ളി വെള്ളം പോലും അവൾ കുടിക്കുന്നില്ല. അതായത് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ മൂത്രം ഒഴിക്കാനായിട്ട് കൂടുതൽ വന്നാലോ ആ ഒരു സിറ്റുവേഷനാണല്ലോ. അപ്പം അങ്ങനെ അവൾ അത്രയധികം ബുദ്ധിമുട്ടിയിട്ടാണ് അവിടെ ഇരിക്കുന്നത്. യൂറിനറി ബ്ലാഡറും നിറഞ്ഞു പോകുന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. അങ്ങനെ ബസ് ഇടയിലൊരു പൊതു ടോയ്ലറ്റിനരികെ നിർത്തുകയാണ്. ടോയ്ലറ്റിൽ പോകാനാണെങ്കിൽ സ്ത്രീകളുടെ ഒരു നീണ്ട നിര തന്നെ ഉണ്ട്. അവിടെയാണെങ്കിൽ യാതൊരു വൃത്തിയില്ല. അങ്ങനെ അവൾക്ക് അവിടെ മൂത്രമൊഴിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വന്നു. അങ്ങനെ കൂടെ ഉണ്ടായിരുന്ന 2 സ്ത്രീകളും അവരുടെ അനുഭവങ്ങളൊക്കെ വിമർശനാത്മകമായിട്ട് അവിടെ പങ്കുവയ്ക്കുന്നുണ്ട്. അതായത് അപകടമാവുന്ന വിധത്തിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന യൂറിനറി ബ്ലാഡറുകളിലെ അസ്വസ്ഥതയുമായിട്ട് നിരാശാഭരിതവും രോഷാകുലരുമായിട്ടുള്ള ഞങ്ങൾ 3 സ്ത്രീകൾ
ബസ്സിനകത്തേക്ക് തന്നെ കയറിപ്പോയി എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ 3 സ്ത്രീകളും ബസ്സിനകത്ത് വെച്ചിട്ട് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ അവർ തുറന്നു പറയുകയാണ്. അതായത് ഈ ഷൂ വെക്കലിൻ്റെ ആൺപെൺ അനുഭവത്തിൻ്റെ വൈരുദ്ധ്യത്തെക്കുറിച്ച് ഇവർ സംസാരിക്കുകയാണ്. ഇവരുടെ കുട്ടിയാണെങ്കിൽ അവളുടെ അനുഭവങ്ങൾ കഥയായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അവർ എങ്ങനെയെങ്കിലുമൊക്കെ കോയമ്പത്തൂരിലെ ഫ്ലാറ്റിലെത്തിയതും ആ സ്ത്രീ ഓടിപ്പോയി ടോയ്ലറ്റിൽ കയറി. ആ പോയത് മാത്രമേ അവർക്ക് ഓർമ്മ ഉണ്ടായുള്ളൂ. അങ്ങനെ ഭാരമൊഴിഞ്ഞു, എന്തൊരാശ്വാസം എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അവളുടെ ആ ഒരു ഭാവം കണ്ടപ്പോൾ മകൾ ചോദിക്കുന്നുണ്ട്, ഹാവു അല്ലേ അമ്മേ എന്നിങ്ങനെ പറയുന്നുണ്ട്. അമ്മയും മകളും വാക്കുകളില്ലാതെ തന്നെ ആ ഒരു അനുഭവം പങ്കിടുകയാണ്. എന്നാൽ ഇവരുടെ ഭർത്താവാണെങ്കിൽ അപ്പോഴും എക്സ്പ്രസ് ഹൈവേ അടക്കമുള്ള പൊതു കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ സ്ത്രീക്കാണെങ്കിൽ മൂത്രമൊഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ വന്ന് കയറുകയും ചെയ്തു. അങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് ഈ സ്ത്രീ തിരിച്ചു പറഞ്ഞു, ഈ വൻമതിൽ എക്സ്പ്രസ് ഹൈവേ വശങ്ങളിലും സ്ത്രീക്ക് മൂത്രമൊഴിക്കാൻ ഒരിടം പണിയൽ ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. അങ്ങനെയൊന്നും ഉണ്ടാവുമെങ്കിൽ ഞാൻ ഈ ഒരു എക്സ്പ്രസ് ഹൈവേയെ അനുകൂലിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ യാത്രയിൽ എല്ലാ വർഗത്തിൽപ്പെട്ട സ്ത്രീകളും മൂത്രമൊഴിക്കാൻ ഇടമില്ലാത്തവരാണ്. അവർ തമ്മിൽ ഒരു സാഹോദര്യ ബന്ധവും അവിടെ വെച്ചുണ്ടാവുകയാണ്. ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ സൂര്യനെ പോലൊരു ഭർത്താവ് പറയുന്നത് വൃത്തികെട്ട സംസാരം ഒന്ന് നിർത്തുന്നുണ്ടോ എന്നാണ്. അതായത് സ്ത്രീകളുടെ പ്രാഥമികമായ ആവശ്യങ്ങൾ കേൾക്കുമ്പോൾ ഭർത്താവിനത് വൃത്തികെട്ട ഒന്നായിട്ട് തോന്നുകയാണ് ഇവിടെ. മണിദീപ എന്ന അവരുടെ കുട്ടി അവളുടേത് മാത്രമായ കഥകളുടെ മാന്ത്രിക ലോകത്ത് സ്വസ്ഥമായിട്ട് അങ്ങനെ ഉറങ്ങുന്നിടത്താണ് ഈ ഒരു കഥ അവസാനിക്കുന്നത്. പെൺകുട്ടികളുടെ ജീവിതത്തെ അമ്മയുടെയും മകളുടെയും ചിന്തയിലൂടെയാണ് ഈ കഥയിൽ ആഖ്യാനം ചെയ്തിരിക്കുന്നത്. സ്വതന്ത്രവും സ്വച്ഛവുമായ ഭാവനയുടെ ബാല്യകാലമാണ് മകളുടേതെന്ന് പറയുന്നത്. പരുക്കനായ ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെയാണ് അമ്മ കടന്നു പോകുന്നത്. ഭാഷയിലെ പുരുഷാധിപത്യ പ്രവണതകളെ നിരാകരിച്ചും സ്ത്രീകളെ നിന്ദിക്കുന്ന സൂചകങ്ങളെ പുറന്തള്ളിയുമാണ് സ്വന്തം അനുഭവങ്ങളുടെ പ്രകാശത്തിനുതകുന്ന പദാവലിയും പ്രയോഗങ്ങളും രൂപങ്ങളും ബിംബങ്ങളും ഒക്കെ എഴുത്തുകാരി സൃഷ്ടിച്ചെടുത്തിരിക്കുന്നത്. കഥയുടെ തലക്കെട്ടിലെ ഷൂ വയ്ക്കുക എന്ന പ്രയോഗത്തിൽ തന്നെ സാമ്പ്രദായികമായ ഭാഷയുടെ നിരാകരണം കാണാം. സരസ്വതി അമ്മ, രാജലക്ഷ്മി, മാധവിക്കുട്ടി തുടങ്ങിയ എഴുത്തുകാരികളുടെ തുടർച്ചയിലാണ് പ്രിയ എസും നിലകൊള്ളുന്നത്. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക കേട്ടോ. സ്ത്രീകളുടെ അടിസ്ഥാന ആവശ്യങ്ങളെങ്കിലും നിറവേറ്റി കൊടുക്കണം എന്നുള്ള ആ ഒരു ചോദ്യമാണ് അല്ലെങ്കിൽ ചിന്തയാണ് ഈ ഒരു ഭാഗത്തിലൂടെ തെളിഞ്ഞു വരുന്നത്. എല്ലാവരും അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.